ആദരണീയരായ സത്യവിശ്വാസിനികളെ, സർവാധിനാഥനായ പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും തഖ്വയിലൂടെ ക്രമീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. റഹ്മത്തുർ റഹീമീനായ രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടവും സ്നേഹവും നേടിയെടുത്ത് ഇരുലോകത്തും വിജയിക്കാൻ കഴിയുന്ന സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിശക്തമായ ചൂടിന്റെ കാലാവസ്ഥയിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മുടെ നാട് ദർശിച്ചിട്ടില്ലാത്ത വിധം ചൂട് അതിന്റെ എല്ലാ കാഠിന്യത്തോടും കൂടി മനുഷ്യനെയും മറ്റ് ജീവജാലങ്ങളെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ഈർപ്പം വലിയ ഒരളവിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തോർത്തുമുണ്ട് ഉപയോഗിച്ച് വീശിയാൽ മാറാവുന്ന ഒരു ചൂടും അതേ തോർത്തുമുണ്ട് ഉപയോഗിച്ച് പുതച്ചാൽ തീരാവുന്ന തണുപ്പും ഉണ്ടായിരുന്ന അനുഗ്രഹീതമായ കാലാവസ്ഥ ലഭിച്ചിരുന്ന നാടാണ്. പക്ഷെ ഇപ്പോൾ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും ചൂടിനെ മറികടക്കാൻ കഴിയാത്ത വിധം ശക്തമായ പ്രയാസത്തിലൂടെ നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ ഒരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രം, അല്ലെങ്കിൽ ഒരു ഭാഗം ഏതാണ്ട് പൂർണ്ണമായും കടലുമായി പങ്കിടുന്നു എന്നതുകൊണ്ട് തന്നെ കടൽ ചൂടായിരിക്കുന്നു എന്ന ഒരു വലിയ പ്രയാസകരമായ പ്രതിഭാസത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രകൃതിയുള്ളത്. കടൽ ചൂടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നാം നേരിടേണ്ടി വരും. കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് അതേ ചൂടുമായിട്ടാണ് നമ്മിലേക്ക് വരുന്നത്. കടലിലെ വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആധിക്യവും വിശേഷിച്ച് വ്യാവസായിക മാലിന്യങ്ങളുടെ ആധിക്യവും ഈ ശക്തമായ ചൂടും കലരുന്നതോടുകൂടി വെള്ളം എന്ന് പറയുന്ന ഏറ്റവും വലിയ അത്ഭുതം, അഥവാ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജന്റെയും കണ്ടന്റ് കൂടി ചേർന്ന ഏറ്റവും വലിയൊരു വിസ്മയം. വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ അടുക്കൽ നിങ്ങളുടെ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രതിപാദിച്ചിട്ടുള്ളത് വെള്ളത്തെക്കുറിച്ചാണ്, മഴയെക്കുറിച്ചാണ്. ആ വെള്ളം എന്ന് പറയുന്നത് വലിയ അത്ഭുതവുമാണ്. പലപ്പോഴും അതിന്റെ ബാലപാഠമായി കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ ചില വാചകങ്ങൾ നമ്മൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയാറുണ്ട്. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ. വേറെ ഒന്നും വേണ്ട. മനുഷ്യനവന്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ, മനുഷ്യനവന്റെ നിയന്താവും പരിപാലകനുമായ അള്ളാഹുവിനെ കണ്ടെത്താൻ അവൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ആ വെള്ളം എത്ര സുതാര്യമാണ്, ആ വെള്ളത്തിന് എന്ത് രുചിയാണ്
നിങ്ങൾക്കെടുത്ത് പറയാൻ കഴിയില്ല. ആ വെള്ളത്തിന് എന്ത് ഗന്ധമാണ് നിങ്ങൾക്കെടുത്ത് പറയാൻ കഴിയില്ല. ആ വെള്ളത്തിന് എന്ത് നിറമാണ് നിങ്ങൾക്കെടുത്ത് പറയാൻ കഴിയില്ല. ഒരു പേര് കൊണ്ടും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കോ. ആ വെള്ളം തനിയെ നിങ്ങളുടെ കൈകളിൽ ഒന്ന് പെട്ടതല്ല. ആ വെള്ളം ആ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ അതോ നാമാണോ ആകാശത്ത് നിന്ന് കട്ടിയായ കാർമേഘങ്ങളിൽ നിന്ന് ആ വെള്ളം നിങ്ങൾക്ക് വർഷിപ്പിച്ച് നൽകിയത്? നിങ്ങളുടെ ഏതെങ്കിലും ഇടപെടലുകൾക്ക്, നിങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ആ വെള്ളം സംവിധാനിക്കുന്നതിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ നിസ്സഹായരാണ്. നിങ്ങൾക്ക് ഒരു ഉത്തരവും എടുത്ത് പറയാനില്ലാത്ത വിധം അള്ളാഹുവാണ് ഞങ്ങൾക്ക് കാർമേഘങ്ങളിൽ നിന്ന് വെള്ളം വർഷിപ്പിച്ച് ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ വെള്ളം ചവർപ്പുള്ള ഉപ്പുവെള്ളമായി നിങ്ങൾക്ക് ഇറക്കി തരുമായിരുന്നു. നിങ്ങളിപ്പോൾ ശുദ്ധമായ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളിലേക്ക് വർഷിപ്പിക്കപ്പെടുന്ന മഴ ശുദ്ധമായ വെള്ളമാണ്. പക്ഷെ ഭൂമിയിൽ നിന്ന് സൂര്യൻ ആ വെള്ളത്തെ ബാഷ്പീകരിച്ച് ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഉപ്പുവെള്ളമായിരുന്നു. ആ വെള്ളത്തെ നിങ്ങൾക്ക് ഏറ്റവും ശുദ്ധമായ വെള്ളമായി ഇറക്കി തന്നത് നിങ്ങളുടെ വല്ല ഇടപെടലുകൾക്കും അതിൽ സ്വാധീനമുണ്ടോ, അതോ നാമാണോ? വിശുദ്ധ ഖുർആന്റെ ഈ ഒരു ഗൗരവപ്പെട്ട ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ ചുട്ടുകൊള്ളുന്ന ഈ ഒരു ചൂടിന്റെ സാഹചര്യത്തിൽ നമ്മൾ പഠിക്കേണ്ട കുറേ ചോദ്യങ്ങളുണ്ട് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചൂട് അസഹനീയമായി മാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭൂമി വരണ്ടുണങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിടയിലേക്ക് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് ചുടുകാറ്റായി മാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു പ്രാണികളുടെ ആവാസ വ്യവസ്ഥകൾ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ, വലിയ ഗൗരവമുണ്ട്. ഈച്ചയും പാറ്റയും ചെറുപ്രാണികളും നശിച്ചു പോകുന്നു എന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള വൃക്ഷങ്ങൾ ഉണ്ടാകണ്ടേ? ആ വൃക്ഷങ്ങൾ പുഷ്പിച്ചു കഴിഞ്ഞാൽ ആ പൂക്കളിൽ നിന്ന് പരാഗണം നടക്കണ്ടേ? ആ പരാഗണം നടന്നാലാണല്ലോ നമുക്ക് ഫലവർഗ്ഗങ്ങൾ ഉണ്ടാവുക. ഈ കഠിനമായ ചൂടിൽ മനുഷ്യന്റെ ശരീരം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറം നമുക്ക് വരാൻ പോകുന്ന ഒരു കാലത്ത് കൊച്ചു പ്രാണികളുടെ, ചെറുപ്രാണികളുടെ സാന്നിധ്യം നമുക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊരു ഭവിഷ്യത്ത് കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, കടലിൽ ചൂടായപ്പോൾ കടലിൽ കാർബൺ ഡൈ ഓക്സൈഡ് കലരുമ്പോൾ, വ്യാവസായിക മാലിന്യങ്ങൾ കലരുമ്പോൾ വെള്ളത്തിന്റെ 1/3 ഓക്സിജനാണല്ലോ. ആ ഓക്സിജനാണ് നഷ്ടപ്പെടുന്നത്. ആ ഓക്സിജൻ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ വൈദൽ ബിഹാറു സുജ്ജിറത്, ലോകാവസാനത്തിന്റെ സന്ദർഭത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. കടല് കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എങ്ങനെയാണ് കടല് കത്തുക? ഇക്കാണുന്ന ഇതിനു മാത്രം വെള്ളമുള്ള ഈ കടൽ എങ്ങനെ കത്തുമെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഓക്സിജന്റെ കണ്ടന്റുകൾ ഇല്ലാതായാൽ മതി അത് സ്വയം കത്താൻ എന്നാണ്. കാരണം ഹൈഡ്രജൻ സ്വയം കത്തുന്ന ഒരു വാതകമാണ്. ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഈ വാതകങ്ങൾ ഇല്ലാതായാൽ, വാതകങ്ങൾ നമ്മുടെ കയ്യിൽ വേറെ ഉണ്ടാകും, ബക്കറ്റ് കണക്കിന് ടൺ കണക്കിന് നമ്മുടെ കയ്യിലുണ്ടാകും. പക്ഷെ വെള്ളം ഉണ്ടാക്കാൻ കഴിയുമോ? നമ്മുടെ കയ്യിലേക്ക് ടൺ കണക്കിന് ഈ ഓക്സിജനും ഹൈഡ്രജനും ഏൽപ്പിച്ചു തന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയി വെള്ളം ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ചൂട് ഇങ്ങനെ ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ കടലിൽ നിന്ന് ലഭ്യമാകേണ്ട പല വിഭവങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കരയിങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചിരിക്കേണ്ട ചില പാഠങ്ങളുണ്ട്.
മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരിക്കലൊരു മനുഷ്യൻ വന്നിട്ട് 4 ആളുകൾ വന്നിട്ട് പരാതി ബോധിപ്പിക്കുന്നുണ്ട്. പരാതി ബോധിപ്പിക്കുന്ന ഒരു സമയമായിരിക്കാം. അതിൽ ഒന്നാമത്തെ മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ്, ശക്തമായ വരൾച്ച സംഭവിച്ചിരിക്കുന്നു, ഭൂമി വരണ്ടുടങ്ങിയിരിക്കുന്നു, മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും വേണ്ടത്ര വെള്ളം ലഭ്യമല്ലാതായിരിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടണം, നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടണം. രണ്ടാമത്തെ മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, ശക്തമായ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോവുകയാണ്, കഠിനമായ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടിട്ട് ജീവിക്കാൻ ഗതിയില്ലാത്ത വിധം പ്രയാസം അനുഭവിക്കുന്നു, എന്താണ് പരിഹാരം? അപ്പോഴും ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുക, പാപമോചനം തേടുക. മൂന്നാമത്തെ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് മക്കളില്ല, വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി, സന്താന സൗഭാഗ്യമില്ല, എന്തു വേണം? അപ്പോഴും ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുക, പാപമോചനം തേടുക. നാലാമത്തെ മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, ധാരാളം വിളവുകൾ ഉണ്ടായി, പക്ഷെ ആ വിളവുകളെല്ലാം നശിച്ചു പോകുന്നു, കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുക. അപ്പൊ ഈ ആളുകൾ ചോദിച്ചു, താങ്കൾ എന്താണ് ഈ പറയപ്പെട്ട ഓരോ പ്രശ്നങ്ങളുടെയും മുമ്പിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടണം എന്ന് പറയാൻ കാരണമില്ല? അപ്പൊ ഹസൻ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നൂഹിലെ ഏതാനും ആയത്തുകൾ പാരായണം ചെയ്ത് കേൾപ്പിച്ചു. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടൂ, തീർച്ചയായും നിങ്ങളുടെ നാഥൻ എല്ലാം പുറത്തു തരുന്നവരാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി, നിങ്ങൾ ഇസ്തിഗ്ഫാർ നേടാൻ വേണ്ടി, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു പ്രശ്നമുണ്ടാകുമ്പോ വിശുദ്ധ ഖുർആൻ വിശ്വാസിയെ പഠിപ്പിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക. കാരണം അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ഏതൊക്കെയോ വീഴ്ചകളുടെ ഫലമായിട്ടുള്ള പരീക്ഷണം കൊണ്ടുള്ള പിടുത്തമായിരിക്കാം ഒരു പക്ഷേ ഇത്. അപ്പോൾ ഞാനാണ് അതിന്റെ ഉത്തരവാദി. നമ്മുടെ നാട്ടിൽ നമ്മൾ ചൂട് വല്ലാതെ കൂടുന്നു. 1000-ലധികം ഹെക്ടർ മരങ്ങളാണ് കേവലം റോഡ് നിർമ്മാണത്തിന് വേണ്ടി മാത്രം കേരളത്തിൽ മുറിച്ചു മാറ്റിയത് കേട്ടാണ്. മുറിച്ചു മാറ്റുന്നതിലല്ല, മുറിച്ചു മാറ്റേണ്ടി വന്നാൽ മുറിച്ചു മാറ്റണം, ഇത് സ്വാഭാവികമാണ്. തണ്ണീർത്തടങ്ങൾ ഒരുപാട് മൂടിയിട്ടും നികത്തിയിട്ടുമാണ് ധാരാളം ടൗൺഷിപ്പുകൾ നമ്മുടെ നാട്ടിൽ രൂപം കൊണ്ടിട്ടുള്ളത്. വേണ്ടി വന്നാൽ അതും ചെയ്യണം. പക്ഷേ മറ്റൊരു പരിഹാരം അതിനുണ്ടാകണം. മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ മരങ്ങളാണ് നമ്മുടെ കാറ്റിനെ നിയന്ത്രിച്ചത്, ആ കാറ്റുകളാണ് നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിച്ചത്. ആ മരങ്ങളും ആ കാറ്റുകളുമാണ് കാർമേഘങ്ങളെ പലയിടങ്ങളിൽ നിന്നും സഞ്ചരിപ്പിച്ച് നമ്മുടെ നാടുകളിൽ മഴ വർഷിപ്പിച്ചത്. ആ മരങ്ങളിൽ കൂടൊരുക്കിയ ഒരുപാട് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള കൃഷിയിടങ്ങളിലെ പരാഗണങ്ങൾ നടന്നതും വിളവുകൾ ധാരാളമായി നമുക്ക് കിട്ടിയത്. ആ മരങ്ങളുടെ വേരുകളാണ് മണ്ണൊലിപ്പ് തടഞ്ഞു നിർത്തിയത്. ആ മരങ്ങളുടെ വേരുകളാണ് ഭൂമിക്കടിയിൽ വെള്ളം ശേഖരിച്ചു നിർത്താനുള്ള ഭൂമിയുടെ കപ്പാസിറ്റിയെ നിലനിർത്തിയത്. ആ മരങ്ങളൊക്കെയും അറുത്തു മാറ്റിയപ്പോൾ മനുഷ്യൻ മനസ്സിലാക്കിയില്ല, എന്റെ കൈകടത്തലുകൾ എന്റെ നേരെ തിരിഞ്ഞു വരുന്ന ബൂമറാങ്ങുകളായിട്ട് ഇതുപോലെ ഞാൻ ഒലിക്കേണ്ടി വരും എന്ന് മനുഷ്യൻ ചിന്തിച്ചില്ല. അതല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ്. വെറുതെ ഒന്നും സംഭവിച്ചല്ല. കടലിലും കരയിലും ഒരുപാട് ദുരന്തങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കടലിനെ വിഴുങ്ങുന്നുണ്ട്. കടല് കരയെ വിഴുങ്ങുന്നുണ്ട്, വെള്ളം അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലതും പലയിടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ ബിമാ കസബത് അയ്ദിൻ നാസ്. അത് മനുഷ്യന്റെ കരങ്ങൾ ചെയ്തു വെച്ചതിന്റെ അനന്തരഫലമാണ്. ഈ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തൂ, നിങ്ങളുടെ റബ്ബിനോട് ഏറ്റു പറയൂ. ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം
40 വർഷക്കാലം മഴ തടഞ്ഞു വെച്ച ഒരു സമൂഹത്തിന്റെ ഇടയിൽ പറഞ്ഞ വാക്കുകളാണ്. 40 കൊല്ലക്കാലം മഴ തടഞ്ഞു വെച്ചപ്പോ കൃഷിയിടങ്ങളെല്ലാം വരണ്ടുണങ്ങിയപ്പോൾ, നാൽക്കാലികൾ ചത്തുവീഴാൻ തുടങ്ങിയപ്പോൾ, എന്നെല്ലാം 40 കൊല്ലക്കാലം അവരിലെ സ്ത്രീകളുടെ ഗർഭധാരണം തടഞ്ഞു വെച്ചപ്പോൾ, ഗർഭധാരണം തടഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചൂട് കൂടിയപ്പോൾ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ അനന്തരഫലമായി സന്താന സൗഭാഗ്യം അവർക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. അതല്ലേ? അതിലൊരു ശാസ്ത്രീയതയുണ്ടല്ലോ, വലിയൊരു ശാസ്ത്രീയതയുണ്ട്. ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ 40 കൊല്ലക്കാലം ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചപ്പോ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുന്ന വാക്കുകൾ ഇത് തന്നെയാണ്: നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടണം. നിങ്ങളിൽ നിന്ന് സംഭവിച്ച വീഴ്ചകളുടെ ഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളത് ഏറ്റുപറയുകയാണെങ്കിൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ആകാശത്തിന്റെ വാതിലുകൾ തുറന്ന് നിങ്ങളുടെ മേൽ അവൻ കാരുണ്യത്തിന്റെ മഴ വർഷിപ്പിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. ആ മഴ വർഷിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സമ്പത്തുകൾ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. വയജഅൽ ലക്കും, നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം നൽകും. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ തോട്ടങ്ങൾ സമൃദ്ധമായി അല്ലാഹു നിങ്ങൾക്ക് തിരികെ നൽകും. നിങ്ങളുടെ വരണ്ടുണങ്ങിയ നദികളിൽ അല്ലാഹു ജലത്തിന്റെ സമൃദ്ധമായ ഒഴുക്കുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കും. പക്ഷെ എന്ത് വേണം? നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. അഥവാ ഞാനാണ് പ്രതി, എന്റെ വീഴ്ചകൾ കാരണം എന്നെ അല്ലാഹു പരീക്ഷിക്കുകയാണ് എന്ന ഒരു ബോധ്യത്തിലേക്ക് മനുഷ്യൻ അവന്റെ ചിന്തയെ കൊണ്ടുവരുന്നിടത്തും ഏറ്റുപറയുന്നിടത്തുമാണ് ഇതിന്റെ പരിഹാരമുള്ളത് എന്നർത്ഥം. എന്നിട്ട് സൂറത്തു നൂഹിൽ ശൈഖുൽ അംബിയ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും ഗൗരവപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നത്: മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്കെന്ത് പറ്റി? നിങ്ങൾക്കെന്ത് പറ്റി? എന്താണ് നിങ്ങളുടെ റബ്ബിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ഗൗരവവുമില്ലാത്ത? ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങളുടെ റബ്ബിന്റെ കാര്യത്തിൽ എന്തേ നിങ്ങൾക്കൊരു ഗൗരവമില്ല? നിങ്ങളുടെ റബ്ബുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാം ചെയ്തു തന്ന, നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും എത്തിച്ചു തന്ന കാരുണ്യവാനായ റബ്ബ് നിങ്ങളോടൊപ്പമുണ്ട്. ആ റബ്ബിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഗൗരവമില്ല എന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയോട് ചോദിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് ചൂട് കഠിനമായി അസഹനീയമായി മാറിയ ഒരു സാഹചര്യത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കാലത്തെ പഴിക്കുന്നവനല്ല. കാലത്തെ പഴിക്കാൻ പാടില്ല. ലാ തസുബ്ബു ദഹർ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. എന്തൊരു ചൂട്, എന്തൊരു മഴ, നിങ്ങൾ കാലത്തെ ശപിക്കരുത്. ലാ തസുബ്ബു ദഹർ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. അനദ്ദഹർ, കാരണം ഞാനാണ് കാലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ കുറ്റം പറയുന്നതിന് തുല്യമാണ് നിങ്ങൾ അസഹനീയമായ കാലാവസ്ഥയെ, വീട്ടിൽ നിന്ന് രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ കഴിയാതെ പുറത്തിറങ്ങിയിരുന്ന് വീശിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുടെ വീഡിയോ നമ്മൾ കാണുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? സൂര്യതാപമേറ്റ് അൾട്രാവയലറ്റ് രശ്മികൾ നേർക്ക് നേരെ ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന്, അത് മനുഷ്യന് ആഘാതമായി മാറുന്നു എന്നതിന്റെ തെളിവുകളാണ് സൂര്യതാപമേറ്റ് ആളുകൾ മരിച്ചു വീഴുന്നത്. ചൂട് കൂടിയാലും കുറഞ്ഞാലും അതിനെ സ്വാഭാവികമായി പരിഗണിച്ചും പരിഹരിച്ചും മുന്നോട്ട് പോകാൻ കഴിയുന്ന മനുഷ്യ ശരീരത്തിന്റെ ഒരു അവസ്ഥയുണ്ട്. ധാരാളം വെള്ളം കുടിക്കണം, ആരോഗ്യ പ്രവർത്തകർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണം. അത് നമ്മുടെ ശരീരത്തോട് നാം നിർവഹിക്കേണ്ട ബാധ്യതകളിൽപ്പെട്ടതാണ്. ഞാൻ ഇതിലും വലിയ ചൂട് കണ്ടിട്ടുണ്ട്, ഞാൻ ഇതിലും വലിയ തണുപ്പ് കണ്ടിട്ടുണ്ട്, ഞാൻ ഗൾഫിൽ ഇന്ന രാജ്യത്ത് ജോലി ചെയ്ത്, അതൊക്കെ ശരിയാണ്. പക്ഷെ ആ വർത്തമാനത്തിൽ ഒന്നും പ്രസക്തിയില്ല. ഇതിനേക്കാൾ വലിയ ചൂടിലും ഇതിനേക്കാൾ വലിയ പ്രയാസത്തിലും ഒക്കെ കടന്നുപോയവരായിരിക്കും. പക്ഷെ ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ കാലഘട്ടത്തെയും നമ്മുടെ കാലാവസ്ഥയെയും മുന്നിൽ വെച്ചുകൊണ്ട്
നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെ പാലിക്കാൻ നമ്മുടെ ശരീരത്തോട് നിർവഹിക്കേണ്ട ബാധ്യത നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വെള്ളം ധാരാളമായി കുടിക്കണം. അത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ കാലാവസ്ഥയ്ക്ക് അനുകൂലമായ രീതിയിൽ ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കാൻ നമ്മെ പ്രാപ്തരാക്കും. ഇത് പ്രിയമുള്ള സഹോദരങ്ങളോട് ഈ സന്ദർഭത്തിൽ ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ചൂട് എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ വീടും നമ്മുടെ ചുറ്റുപാടും നമ്മളെയും ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നാം കാണുന്നതും കാണാത്തതുമായ ഒരുപാട് പക്ഷികൾ, ഒരുപാട് മൃഗങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പൂച്ചയുണ്ടാകാം, കാക്കയുണ്ടാകാം, എത്രയോ പക്ഷി മൃഗാദികൾ ഉണ്ടാകാം. നമുക്ക് വെള്ളം നമ്മുടെ കിണറ്റിലുണ്ട്. ഇതുവരെ പറ്റിയിട്ടില്ല, അല്ലേ? വലിയൊരു അനുഗ്രഹമാണ്. ഇതുവരെ നമ്മുടെ കിണറുകൾ പറ്റിയിട്ടില്ല. അതിന് ചില സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ നിലനിന്നു പോകും. പക്ഷെ ഈ ജീവജാലങ്ങൾ എവിടെ പോയി വെള്ളം കുടിക്കും? അവരെവിടെയെങ്കിലും നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറെ ജീവികളിൽ അവർ എവിടെയെങ്കിലും പോയി വെള്ളം കുടിക്കട്ടെ എന്നല്ല, നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ ഈ കഠിനമായ കൊടും വേനലിൽ പ്രയാസം അനുഭവിക്കുന്ന മൃഗാദികൾക്ക് വേണ്ടി, പക്ഷി മൃഗാദികൾക്ക് വേണ്ടി, മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ട് ഒരൽപ്പം വെള്ളം കരുതി വെക്കാൻ ഈ കാലാവസ്ഥയിൽ അത് ഏറ്റവും വലിയ ദാനത്തിന്റെ ഭാഗമായി നമ്മൾ പഠിക്കുകയും ചെയ്യണം. അതിലെ വരൾച്ചയുടെ സന്ദർഭത്തിലാണല്ലോ ഒരു സഹാബി വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുടെ റസൂലെ, എന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. എന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ ഞാൻ ആ ജനാസ കബറടക്കുന്നിടത്തോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ ഞാനില്ല. എന്റെ ഉമ്മാക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പൊ നീ നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് കുടിവെള്ള വിതരണമാണ്. ഇപ്പോൾ നീ ചെയ്യേണ്ട ഏറ്റവും വലിയ ദാനം കുടിവെള്ള വിതരണമാണ്. അതാണ് ഏറ്റവും അർഹമായത്, ഏറ്റവും പ്രതിഫലാർഹമായത് എന്ന് റസൂൽ തിരുമേനി ഒരു കിണർ കുഴിച്ചു കൊടുക്കാൻ. ഞാൻ പറയുന്നത് ചില കാലഘട്ടങ്ങളിൽ അങ്ങനെ ഉണ്ടാവും, ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഉണ്ടാവും. നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മളോട് വന്ന് വെള്ളം ചോദിക്കാൻ കഴിയാത്ത വിധം ചിറകുകൾ തളർന്നുപോയ പക്ഷികൾ പറന്നിറങ്ങി വെള്ളം കുടിച്ച് ഊർജ്ജസ്വലതയോടുകൂടി ആകാശത്തേക്ക് പറന്നു വരുന്നുണ്ടെങ്കിൽ നാം വെച്ച പാത്രങ്ങളിൽ നിന്ന് നാം കൊടുത്ത പുണ്യവുമായിട്ടാണ് റബ്ബിന്റെ മുന്നിലേക്ക് അവർ പറന്നു വരുന്നത് നമ്മൾ പഠിച്ചാൽ മതി. അത് വലിയ പുണ്യമല്ലേ? നമ്മൾ വെച്ചത് വെള്ളമാണ്, പക്ഷെ ആ പക്ഷികൾ അത് കുടിച്ച് ആകാശത്തേക്ക് പറന്നു വരുന്നത് അള്ളാഹുവിന്റെ മാലാകമാരുടെ കണക്ക് പുസ്തകങ്ങളിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള പുണ്യങ്ങൾ കൊത്തിപ്പെറുക്കിക്കൊണ്ടാണ് അവർ എത്തിച്ചേരുക. പ്രിയമുള്ള സഹോദരങ്ങളോട് ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജീവജാലങ്ങൾ ദാഹജലം കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാക്കരുത്. മൂന്നാമത്തെ സംഗതി നമ്മുടെ പ്രാർത്ഥനകളാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു നമസ്കാരം. ഇപ്പോൾ തൽക്കാലം മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കാൻ മാത്രമുള്ള വരൾച്ചയിലേക്ക് നമ്മൾ വന്നിട്ടില്ല. പക്ഷെ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം പഠിപ്പിക്കുമ്പോൾ അതിന്റെ മര്യാദകൾ നമ്മൾ പഠിച്ചാൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കാൻ 4 ദിവസം നോമ്പെടുക്കാൻ പറയും. വിശ്വാസികൾ വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കലല്ല. 4 ദിവസം വ്രതമെടുക്കണം, ദാനധർമ്മങ്ങൾ നിർവഹിക്കണം. പിണങ്ങി കഴിയുന്നവരുണ്ടെങ്കിൽ അവർ പോയിട്ട് ആ പിണക്കം മാറ്റണം. കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെ വിളക്കി ചേർക്കണം. പിണങ്ങി കഴിഞ്ഞിട്ട് അള്ളാഹുവിനടുത്ത് പോയി മഴ ചോദിക്കാനുള്ള യോഗ്യതയില്ലാന്നർത്ഥം. കുടുംബബന്ധം മുറിച്ചിട്ട് പിണങ്ങി കഴിഞ്ഞിട്ട് മറ്റുള്ളവരുമായിട്ട് ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ പോയിട്ട് പടച്ചോനെ നിന്റെ കാരുണ്യമാകുന്ന മഴ ഞങ്ങൾക്ക് വർഷിക്കുക, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ നിർവഹിക്കണം, പിണക്കങ്ങൾ മാറ്റി കുടുംബ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് 4ാമത്തെ ദിവസം മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരത്തിലേക്ക് വരാൻ പറ്റും. മിമ്പറിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയുയർത്തി പ്രാർത്ഥിച്ചത് മഴയ്ക്ക് വേണ്ടിയിട്ടാണ്. മിമ്പറിൽ നിന്നുകൊണ്ട് ഇമാമ് കൈയുയർത്തി പ്രാർത്ഥിക്കേണ്ടതില്ല. പ്രാർത്ഥനയിൽ കൈയുയർത്തല് മിമ്പറിൽ നിന്നുകൊണ്ടുള്ള ഇമാമിന്റെ പ്രാർത്ഥനയ്ക്ക് അനുയായികൾ കൈയുയർത്തി പ്രാർത്ഥിക്കാം. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് കൈയുയർത്തി പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ റഈസൻ മുഈസൻ മരീഅൻ മരീഅൻ സഹൻ ആമൻ അദക്കൻ തബക്കൻ മുജല്ലിലൻ ദായിമൻ ഇലാ യൗമിദ്ദീൻ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. പ്രാർത്ഥിക്കുമ്പോഴും അള്ളാഹുവെ ഞങ്ങൾക്ക് അനുകൂലമായ, മനോഹരമായ, ഗുണകരമായ, ഞങ്ങൾക്കും ജീവജാലങ്ങൾക്കും പ്രയാസകരമാകാത്ത, ഞങ്ങൾക്ക് അനുകൂലമായി മാറുന്ന, പ്രതികൂലമായി മാറാത്ത, ഞങ്ങളെ നശിപ്പിക്കാത്ത, ഞങ്ങൾക്ക് ജീവിതം നൽകുന്ന
നല്ല മഴ കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. അതിനതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് കടന്നു വരണം. അല്ലാഹുവേ, ഞങ്ങളിപ്പോൾ കഠിനമായ ഈ ചൂടിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ മാത്രമല്ല, ജീവജാലങ്ങൾ ഒന്നടങ്കം പ്രയാസം അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്കതിൽ ആശ്വാസം നൽകണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനകൾ നമ്മുടെ കരുതലുകളായിട്ട് കൂടെ കാണണമെന്നാണ് മൂന്നാമതായിട്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്.